ചിപ്പിമോളോ? ശിശിരേച്ചിക്ക് മനസ്സിലായില്ലേ? ഗൗരിമോളുടെ കൂട്ടുകാരി. ആ കുട്ടി വീട്ടിൽ നിന്ന് ബാഗും ഡ്രസ്സും യൂണിഫോമും ഒക്കെ എടുത്ത് എങ്ങോട്ട് ഇറങ്ങിപ്പോയിന്ന്. പണ്ടൊക്കെ ഒരു പ്രായം കഴിഞ്ഞായിരുന്നു കുട്ടികൾ ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇതിപ്പോ മുട്ടേന്ന് വിരിയണ്ട, അതിനു മുൻപ് തുടങ്ങും ഇറങ്ങിപ്പോക്ക്. ഈ പിള്ളേർക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? എന്നാലും ഈ കുട്ടി ഇത് എങ്ങോട്ടാ പോയത്? ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? പോലീസിൽ അറിയിച്ചാലോ? ഞാൻ ഗൂഗിളിൽ ഒന്ന് വിളിക്കട്ടെ. ഏയ്, വെറുതെ എന്തിനാ അവനെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? കുട്ടിയെ അവരെ കണ്ടുപിടിച്ചോളൂ. അല്ല, സമൃദ്ധയ്ക്ക് എന്തിനാ ഇത്രയും ടെൻഷൻ? കാണാതെ പോയത് നമ്മുടെ ഗൗരിമോളൊന്നും അല്ലല്ലോ, വേറെ ഏതൊരു കുട്ടിയല്ലേ? ചിപ്പിമോൾ അങ്ങനെ വേറെ ഏതൊരു കുട്ടിയൊന്നും അല്ല, നമ്മുടെ ഗൗരിമോളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാ. ആ കുട്ടിക്കാണെങ്കിൽ എന്നോട് വലിയ ഇഷ്ടോ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവക്ക് ബ്ലഡ് കൊടുത്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, അതാണോ? അതൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ല. ആശുപത്രിയില് ആരൊക്കെ ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കുന്നു എന്ന് കരുതി പിന്നെ അതിന്റെ പിന്നാലെ അന്വേഷിച്ച് നടക്കുവാണോ? ആ, അന്ന് ഫാദേഴ്സ് ഡേ നടന്നപ്പോ സ്കൂളിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയത് ഈ കുട്ടിയാണോ? ആ, അതെ. ഓ, അതുകൊണ്ട് തന്നെ അവള് ഭയങ്കര വിഷമത്തിലുമായിരുന്നു. എന്നാ പിന്നെ അത് തന്നെയായിരിക്കും കാരണം. അതിന്റെ തള്ള അതിനെ എടുത്തിട്ട് അലക്കി നിരപ്പാക്കി കാണും. കുട്ടികളായ കുറച്ചൊക്കെ മര്യാദ വേണം. വെറുതെ എന്തിനാ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നത്? എന്താ സംഭവിച്ചെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഒരു കുഞ്ഞു മനസ്സിന് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാ അവൾ അനുഭവിച്ചത്. ആ കൊച്ചിനിത് എന്തിന്റെ കേടായിരുന്നു? ഇത്രയും വലിയ പണവും സമ്പത്തും ഒക്കെ ഉള്ള ഒരു അമ്മ ചോദിക്കുന്നത് എന്തും വാങ്ങിക്കൊടുക്കും. നന്നായിട്ട് ജീവിച്ചാ പോരെ? ഒരു അനാഥ കുഞ്ഞിന് കിട്ടാവുന്ന സൗകര്യങ്ങളാണോ ആ കൊച്ചിന് കിട്ടിയതൊക്കെ? അതിന് ദൈവത്തിനോട് നന്ദി പറയല്ലേ വേണ്ടത്. അല്ലാതെ മൈക്കിന്റെ മുന്നിൽ ചെന്ന് എല്ലാരോടും ഞാൻ അനാഥയാണെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഈശ്വരാ, ഇനി ചിപ്പിമോളെ എവിടെ പോയി ഒന്ന് കണ്ടുപിടിക്കാം. അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളൂന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്തായാലും ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ, പിന്നെ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ?